ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു 3 kV അതായത് 3 കിലോവാട്ട് വരുന്ന ഇൻവെർട്ടറും അതിൻ്റെ ബാറ്ററിയും പിന്നെ അതിൻ്റെ പാനലും അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യമേ തന്നെ നമുക്ക് ഇൻവെർട്ടർ ഒന്ന് നോക്കാം. കമ്പനിയുടെയാണ്, കമ്പനി ടൈപ്പാണ് വാരിയുടെ കമ്പനി ടൈപ്പ് ഇൻവെർട്ടർ സിസ്റ്റമാണ് വന്നിരിക്കുന്നത്. 3 കിലോവാട്ട്. അതിൻ്റെ പ്രത്യേകതയും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് തന്നെയാണ്. MPPT കാര്യങ്ങളെല്ലാം തന്നെ ഇതിൻ്റെ അകത്താണ് വരുന്നത്. പിന്നെ വെറൈറ്റി ഒരു ബാറ്ററി സിസ്റ്റമാണ് പരിചയപ്പെടുത്തുന്നത്. ലിഥിയം അയോണിൻ്റെ ബാറ്ററിയാണ്. 48 വോൾട്ട് 160 AH 32 ആംസ് വരുന്ന ലിഥിയം അയോൺ ബാറ്ററിയാണ്. ഏകദേശം ഒരു 2 ലക്ഷം രൂപ മാത്രം ഈ ബാറ്ററിക്ക് വരുന്നുണ്ട്. ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഈ ബാറ്ററിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾക്കത് കയറി നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കും. ഇതാണ് ബാറ്ററിയുടെ പ്ലസ് മൈനസ് വന്ന ചുവപ്പ് കാണുന്നത് പ്ലസ്, പിന്നെ ബ്ലാക്ക് കാണുന്നത് മൈനസ്. ബാറ്ററി നമുക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആണ്. കാരണം ചെറിയ കുറച്ച് സ്പേസ് ഉള്ള സ്ഥലത്ത് നമുക്കിത് സിമ്പിളായിട്ട് അഫോർഡബിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അത് മാത്രമല്ല, മിനിമം 5 വർഷം ഗ്യാരണ്ടി കമ്പനി തരുന്നുണ്ടെങ്കിൽ നമുക്ക് 10 വർഷം തിരിഞ്ഞു പോലും നോക്കേണ്ട കാര്യം വരുന്നില്ല. മറ്റ് ബാറ്ററിനെ അപേക്ഷിച്ച് മെയിൻ്റനൻസ് വളരെ ഒന്നും തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇതാണ് നമ്മുടെ ഇൻവെർട്ടർ സിസ്റ്റം വന്നിരിക്കുന്നത്. ഇൻവെർട്ടറിൻ്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങൾ 3 കിലോവാട്ടാണ് വന്നിരിക്കുന്നത്. സ്പെസിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. കമ്പനിയുടെ തന്നെ വാരിയുടെ തന്നെയാണ് നമ്മൾ ഇൻവെർട്ടർ സിസ്റ്റം, വാരിയുടെ തന്നെയാണ് ഇൻവെർട്ടറിൻ്റെ ബാറ്ററി വരുന്നത്, വാരിയുടെ തന്നെയാണ് പാനൽ വരുന്നത്. അപ്പോൾ ക്വാളിറ്റി നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വയ്ക്കാവുന്ന പ്രൊഡക്ട്സാണ് വാരിയുടെ പ്രൊഡക്ട്സ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് പാനലും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സാധാരണ പോലെ തന്നെ ഡിജിറ്റൽ സിസ്റ്റമാണ് വരുന്നത്. അതായത് നമുക്കിതിൻ്റെ ഫ്രണ്ട് പാനൽ വരുന്നത് UPS മോഡ്, അതുപോലെ തന്നെ ചാർജിങ് സെക്ഷൻ, കട്ട് ഓഫ് സെക്ഷൻ, ഹൈ ഓവർലോഡ്, ഫുൾ ഡീറ്റെയിൽ കാര്യങ്ങൾ വരുന്നുണ്ട്. അതുമാത്രമല്ല, പിന്നെ ഇതിൻ്റെ അകത്താണ് MPPTയുടെ ഏറ്റവും വലിയ ഗുണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സോളാറിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയും കൂടിയാണ് ഉദ്ദേശിച്ചിട്ടാണ് ഇൻവെർട്ടർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ MPPT ഇനി സെപ്പറേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഡയറക്റ്റായിട്ട് ഇതിലേക്ക് MPPT കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡ് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് സ്പെസിഫിക്കേഷൻ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സാധാ ഇൻവെർട്ടറുകളിൽ നിന്ന് കുറച്ചുകൂടി ഹൈ ലെവലിലാണ് വ്യത്യാസം. ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. കാരണം MPPT ഇൻബിൽറ്റ് ആണെന്ന് കറക്റ്റായിട്ട് അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സ്പെസിഫിക്കേഷൻ നമുക്ക് നോക്കാം. അതായത് റേഷ്യോ വരുന്നത് 3 കിലോവാട്ട്. വോൾട്ടേജ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് ഇത്ര വോൾട്ടേജ് വരെ മാക്സിമം നമുക്ക് കൊടുക്കാം. പിന്നെ ഏതൊക്കെ ബാറ്ററികളാണ് കൊടുക്കേണ്ടതെന്ന് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ നേരത്തെ കാണിച്ച ബാറ്ററി കറക്റ്റ് സൂട്ടബിൾ ആണ്. അതായത് 160 AH ബാറ്ററി കൊടുക്കാം. അതുമാത്രമല്ല 32 വോൾട്ടാണ് വരുന്നത്. 32 വോൾട്ട് 160 AH ബാറ്ററി നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാവുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കണക്ഷൻസ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓരോ സെക്ഷനും സെപ്പറേറ്റ് MCBകളാണ് കൊടുത്തിരിക്കുന്നത്. പ്രൊട്ടക്ഷന് ഹൈ ഇമ്പോർട്ടൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് MCB സോളാറിൽ നിന്ന് വരുന്ന MCB ബാറ്ററിക്ക് വേണ്ടി MCB, മെയിൻ MCB, പിന്നെ MCB ഔട്ട്പുട്ട്. ഇത് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്കിതിൽ കാണിച്ചിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ സെപ്പറേറ്റ് MCBകൾ ഓരോന്നിനും സെപ്പറേറ്റ് MCB കൊടുത്തിരിക്കുന്നു. പിന്നെ പാനൽ കണക്ട് ചെയ്യുന്നത് 72 വോൾട്ട് തൊട്ട് 180 വോൾട്ട് വരെയുള്ള പാനൽ നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. അത് കറക്റ്റായിട്ട് അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് കൂളിംഗ് സിസ്റ്റം കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ ഓൺ ഓഫ് കട്ട് ഓഫ് സിസ്റ്റം കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇൻബിൽറ്റ് MPPT വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ കണക്ഷൻസും അതുപോലെ UPS മോഡും ഏത് മോഡലിലേക്ക് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ ഓൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആണ്. അതായത് ഒരു സാധാരണ ഇൻവെർട്ടർ കാണുന്നതിനേക്കാൾ ഒരു പ്രൊഫഷണൽ ലെവലിലുള്ള ഇൻവെർട്ടറാണ് നിങ്ങൾ കാണുന്നത്. ഇൻവെർട്ടർ വിത്ത് UPS ആണ് വരുന്നത്. ഇനി അതിന് കണക്ട് ചെയ്യുന്ന പാനലിനെ കുറിച്ച് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അതായത് പാനൽ നമുക്ക് 3 കിലോവാട്ട് വരെ മാക്സിമം ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന പാനൽ 540 വാട്ടിൻ്റെ പാനലുകളാണ് നമ്മളിപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. വാരിയുടെ തന്നെ പ്രൊഡക്ട്സ് ആണ്. മോണോപ്പർക്ക് പാനലുകളാണ്. ഹാഫ് കട്ട് മോണോപ്പർക്ക് ആ പാനലുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി അതിൻ്റെ വാട്ട്സും കാര്യങ്ങളൊക്കെ നോക്കാം. 540 വാട്ട്സ് വരുന്നത്. അതായത് വോൾട്ടേജ് റേറ്റിംഗ് വരുന്നത് 48 വോൾട്ടാണ് വരുന്നത്. അതിൻ്റെ ആംബിയർ വരുന്നത് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. വാരിയുടെ തന്നെയാണ് നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന 3 പ്രൊഡക്ട്സ്. സോളാറിൻ്റെ പാനൽ, സോളാറിൻ്റെ ഇൻവെർട്ടർ വരുന്നത്, 3 kVയുടെ ഇൻവെർട്ടർ വരുന്നത് വിത്ത് MPPT വരുന്നത്. പിന്നെ അതുപോലെ തന്നെ സോളാറിൻ്റെ അതിൻ്റെ ബാറ്ററി നമ്മൾ കൊടുത്തിരിക്കുന്ന ലിഥിയം അയോൺ ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ 3 കമ്പനി തന്നെയാണ്. അതായത് നമ്മൾ സെലക്ട് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അത് തന്നെയാണ്. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ കമ്പനിയുടെ തന്നെ ആയി കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ചിങ് കാര്യങ്ങൾ കറക്റ്റ് ആവാൻ സാധിക്കും. അപ്പോൾ ഇതുപോലത്തെ പാനൽ നമുക്ക് 3 കിലോവാട്ട് വരുന്ന രീതിയിൽ
മാക്സിമം സെറ്റ് ചെയ്തിട്ടാണ് വെക്കുന്നത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന ബാറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ബാറ്ററി ലെഡ് ആസിഡ് ബാറ്ററിയാണ്. ഈ ബാറ്ററി നമ്മൾ സോളാറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. സോളാറിൽ പൊതുവേ ബാറ്ററി സെപ്പറേറ്റ് ആണ് വരുന്നത്. സോളാർ ബാറ്ററിയിൽ നിന്ന് സെപ്പറേറ്റ് വരുന്നുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സോളാറിൽ ബാറ്ററികൾ കണക്ട് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് കംപ്ലൈൻറ്റ് ആവാൻ ലൈഫ് കുറയാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് മാക്സിമം നമുക്ക് 5 വർഷം വരെയൊക്കെ നമുക്ക് മാക്സിമം സോളാറിൽ കൊടുക്കുന്ന ബാറ്ററികൾ നമുക്ക് കിട്ടാറുള്ളൂ. അപ്പോൾ ഈ 5 ബാറ്ററികൾ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് ഇതിപ്പോൾ വോൾട്ടേജ് എന്ന് പറയുന്നത് 48 വോൾട്ടാണ് വരുന്നത്. ഇതിൻ്റെ നമ്മളിപ്പോൾ ഈ കാണിക്കുന്ന ലിഥിയം അയോൺ ബാറ്ററി വരുന്നത്. നമ്മൾ അല്ലാതെ വരുന്ന ബാറ്ററി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 12 വോൾട്ടിൻ്റെ ബാറ്ററി ഈ ലെവലിലേക്ക് എത്തിക്കണമെങ്കിൽ ഏകദേശം ഒരു 4 ബാറ്ററി ആവശ്യമുണ്ട്. ഈ 4 ബാറ്ററി 5 വർഷം കറക്റ്റ് ലൈഫ്. അത് മാത്രമല്ല 5 വർഷത്തിന് ശേഷം പിന്നെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് വരുന്നത്. പിന്നെ എപ്പോഴും മെയിൻ്റനൻസ് ഫ്രീ ആണെങ്കിലും എന്നാലും ഒരു കുറച്ച് നാളുകൾ കഴിയുന്ന സമയത്ത് അതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ അത് ക്ലിയർ ചെയ്ത് വർക്ക് ചെയ്യുള്ളൂ. പിന്നെ അത് മാത്രമല്ല എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെ സാധാരണ നമ്മുടെ ലിഥിയം അയോൺ ബാറ്ററിനെ അപേക്ഷിച്ച് ലെഡ് ആസിഡ് ബാറ്ററിക്ക് കുറച്ച് കംപ്ലയിൻറ്റ്സ് കൂടുതലാണ്. സെല്ലുകൾ കാര്യങ്ങളൊക്കെ കംപ്ലയിൻ്റ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. പക്ഷേ ലിഥിയം അയോൺ ബാറ്ററി അല്ലെങ്കിൽ ലിഥിയം ഫോസ്ഫേറ്റ് ബാറ്ററിയൊക്കെ നമുക്ക് തിരിഞ്ഞു പോലും നോക്കണ്ട. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും പവർഫുള്ളാണ്. നമ്മുടെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ലിഥിയം അയോൺ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ അകത്ത് വരുന്ന ബാറ്ററികളാണ് ലിഥിയം അയോൺ ബാറ്ററി. പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രിക് കാറുകൾ, ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഇതിൻ്റെ അകത്തേക്ക് വരുന്നത് ലിഥിയം അയോണും ലിഥിയം ഫോസ്ഫേറ്റ് അങ്ങനത്തെ ടൈപ്പ് ബാറ്ററികളാണ് വരുന്നത്. ഈ ബാറ്ററിയാണ് നമ്മളിവിടെ സോളാറിന് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ സോളാറിൻ്റെ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ബാറ്ററിയൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ പിന്നെ ആ വശത്തേക്ക് പോലും തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. അതിൻ്റെ മെയിൻ്റനൻസ് കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. ഇൻവെർട്ടർ സെക്ഷനിൽ മാത്രം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാത്രമേ വരുള്ളൂ. കാരണം ലൈറ്റിനിങ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് പ്രൊട്ടക്ഷൻ കൂടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ പ്രശ്നങ്ങൾ കാര്യങ്ങളുണ്ടാവില്ല. നമ്മളൊരു CCTV ക്യാമറയും കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഇതുപോലത്തെ ബാറ്ററി സെലക്ട് ചെയ്തിട്ട് ഏതെങ്കിലും സ്പേസ് കുറയ്ക്കാൻ പറ്റും. ഏറ്റവും വലിയ ഗുണം അതാണ്. CCTV കാര്യങ്ങളൊക്കെ ഉള്ള ഓഫീസ് അതുപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ടൈപ്പ് ബാറ്ററികൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ CCTV കാര്യങ്ങളൊക്കെ കംപ്ലയിൻ്റ് ആവുന്ന സമയത്ത് നൈറ്റ് സെക്ഷനിലൊക്കെ ആണെങ്കിലും ഫുൾ ടൈം യാതൊരു കംപ്ലയിൻറ്റും ഇല്ലാതെ വർക്ക് ചെയ്യുന്നതിന് ഇതുപോലത്തെ ബാറ്ററികളാണ് ഏറ്റവും ഉത്തമം. പിന്നെ അത് മാത്രമല്ല നമ്മൾ വീട് അടച്ചുപൂട്ടി പോകുന്ന ആളുകൾ, വിദേശത്തൊക്കെ പോകുന്ന ആളുകൾ CCTV കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് സെപ്പറേറ്റ് ഇൻവെർട്ടറിൻ്റെ സെക്ഷൻ നോക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആരെങ്കിലും നമ്മൾ ഏർപ്പാട് ചെയ്യേണ്ട ഒരു ആവശ്യം വരാറുണ്ട്. കാരണം ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കി അതിൻ്റെ ക്ലിയറൻസും കാര്യങ്ങളും മെയിൻ്റനൻസും കാര്യങ്ങളും ചെയ്യേണ്ട കാര്യം വരാറുണ്ട്. പക്ഷേ നമ്മൾ ഈ ബാറ്ററി ഇതുപോലത്തെ ലിഥിയം അയോൺ ബാറ്ററി, ലിഥിയം ഫോസ്ഫേറ്റ് ബാറ്ററി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ സോളാറിൽ സെറ്റ് ചെയ്യുകയോ കാര്യങ്ങളൊക്കെ ചെയ്താൽ പോകുന്നെങ്കിൽ പിന്നെ ആ ഏരിയയിലേക്ക് നമ്മൾ വരേണ്ട പോലും ആവശ്യം വരുന്നില്ല. കറക്റ്റായിട്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പൊക്കോളും. മാത്രമല്ല ലോ ലെവലിൽ തന്നെ മെയിൻ്റനൻസ് തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അത് മാത്രമല്ല പിന്നെ ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളാണ് ചെറിയൊരു പ്രശ്നം വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ബാറ്ററിയുടെ റേറ്റ് വരുന്നത് ഏകദേശം 2 ലക്ഷം അടുത്താണ് ബാറ്ററിയുടെ റേറ്റ് വരുന്നത്. പക്ഷേ അതിൻ്റെ ലൈഫ് അനുസരിച്ച് നോക്കുമ്പോൾ 10 വർഷം ഏറ്റവും കുറഞ്ഞത് നമുക്ക് മിനിമം 10 വർഷമെങ്കിലും നമുക്ക് കിട്ടിയിരിക്കും. ലൈഫ് അനുസരിച്ച് നോക്കുമ്പോൾ നമുക്കത് വലിയൊരു നഷ്ടമായിട്ട് ഫീൽ ചെയ്യില്ല. അത്രയും ഇമ്പോർട്ടൻസ് ബാറ്ററിയും ഇൻവെർട്ടർ സിസ്റ്റവും അതുപോലെ തന്നെ നമ്മുടെ പാനലുമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. എനിക്ക് തോന്നുന്നു കാണുന്ന എല്ലാവരും തന്നെ വീഡിയോസ് കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള ഇൻഫർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും ലൈക്ക് കൂടി ചെയ്തേക്കുക, സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. ഒരു കാര്യം കൂടി പറയാൻ പറഞ്ഞു. നമുക്ക് ഈ വാരിയുടെ പ്രോഡക്ട്സ് നമുക്ക് എറണാകുളം ജില്ലയിൽ ഏത് ജില്ലയിലാണെങ്കിലും എവിടെ നിന്ന് കിട്ടുമെന്ന് പറയാൻ മറന്നുപോയി. നമ്മുടെ എറണാകുളം ജില്ലയിലാണെങ്കിൽ നമ്മൾ തൊട്ടടുത്തുള്ള പെരുമ്പാവൂർ നമുക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഫുൾ ഡീറ്റെയിൽ കടയുടെ നെയിമും അതുപോലെ തന്നെ കോൺടാക്ട്സ് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് കയറി കോൺടാക്ട് ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് അവിടെ നിന്ന് പർച്ചേസ് കൂടി ചെയ്യാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.